ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. കാൽക്കുലേറ്റ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾസ് ഷോൺ ബിലോ. ഒരുപാട് സർക്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലൊക്കെ കുറേ ഷേപ്സുകളൊക്കെ ഉണ്ട്. അതിൻ്റെ സർക്കംഫറൻസ് ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ. പക്ഷെ സർക്കിളിൻ്റെ ഏതൊരു മെഷർമെൻറ്റ് നമുക്ക് തന്നിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു ഷഡ്ഭുജം ഉണ്ട് അല്ലേ, ഈക്വലേറ്റർ ഷഡ്ഭുജമാണ്. അതായത് ഭുജമാണ് ഉള്ളത്. അതായത് നമുക്കറിയാം ഈക്വൽ സൈഡായിട്ടുള്ള ഹെക്സഗണാണ് അല്ലേ, ഈക്വൽ സൈഡായിട്ടുള്ള ഹെക്സഗണാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്കറിയാം ഇതിനെ ഓരോന്നിനെയും നമ്മളിങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ അതല്ലെങ്കിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ മക്കളെ. ഇവിടെ ഒരു പോയിന്റിലേക്ക് ജോയിൻ ആവും. അതുപോലെ കറക്റ്റായിട്ട് ഓരോ ത്രികോണങ്ങളും സെയിം സൈഡുള്ള ത്രികോണങ്ങളാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ 2 സെൻറ്റിമീറ്റർ ആണ് വൺ സൈഡ്, ഈ ഒരു സൈഡ് എങ്കിൽ നമുക്കറിയാം ഈ രണ്ട് സൈഡുകളും 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസും എന്താണ്, 2 സെൻറ്റിമീറ്റർ ആണ്. റേഡിയസ് കിട്ടിയാൽ പിന്നെ സർക്കംഫറൻസ് കാണാൻ സിമ്പിളാണല്ലോ അല്ലേ. റേഡിയസ് 2 ആണെങ്കിൽ നമ്മുടെ സർക്കംഫറൻസ് എന്താണ്, 2πr. 2 ആണ്. അപ്പോൾ ഇൻറ്റു 2 എന്ത് വന്നു, 4π സെൻറ്റിമീറ്റർ. ഇതേപോലെ തന്നെ ഇവിടെ സ്ക്വയറാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ഡയഗണൽ വരച്ചാൽ മതി. ഡയഗണൽ വരച്ച് നമുക്കറിയാം ഒരു വൺ സൈഡ് 2 ആണെങ്കിൽ ഡയഗണൽ എന്താണ്, 2√2 അല്ലേ. യെസ്, അപ്പോൾ ഇതാ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇതൊരു ഈ ഒരു ഡയമീറ്റർ ആണ് അല്ലേ, സർക്കിളിൻ്റെ വ്യാസമാണ് ഈ ഡയഗണൽ, ആ ഒരു വികരണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം സർക്കിളിൻ്റെ വ്യാസമാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ dπ കണ്ടാൽ മതി അല്ലേ. യെസ്, അപ്പോൾ നമ്മുടെ സർക്കംഫറൻസ് അഥവാ ചുറ്റളവ് എന്ന് പറയുന്നത് dπ ആണ്, ഈക്വൽ ടു d2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 2 ഡയഗണൽ 2√2 അല്ലേ, അതാണ് നമ്മുടെ d. അപ്പോൾ 2√2π. ക്ലിയർ ആണോ? ഇതേപോലെ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. റെക്റ്റാങ്കിൾ ആകുമ്പോൾ നമുക്കറിയാം ഈ ഒരു ഡയഗണൽ വരച്ചാലും നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പൈതഗോറസ് തിയറം യൂസ് ചെയ്യണം അല്ലേ. അതായത് ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിൽ മട്ടത്രികോണത്തിൻ്റെ ഒരു സൈഡ് 2 ആണ്, ഒരു സൈഡ് 1.5 ആണ്. അത് നമുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കർണം സ്ക്വയർ അല്ലെ, കർണം കിട്ടും, ഹൈപ്പോട്ടന്യൂസ് കിട്ടും. കിട്ടിയിട്ട് ഇത് മക്കൾ ചെയ്യണം കേട്ടോ. അത് കിട്ടിയിട്ട് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് നമുക്ക് ചുറ്റളവ് കാണാൻ പറ്റും. c = dπ ചെയ്താൽ മതി. d ആണ് ഈ ഒരു ഡയഗണൽ. ഓക്കെ.